മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനൂരിൽ രണ്ടിടത്ത് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. താനൂർ കേപ്രം പുത്തൻതുറ ALP സ്കൂൾ വിദ്യാർത്ഥിനി ദേവത റെയിൽവേ അടിപ്പാതയിൽ വെച്ചും ചീരാൻ കടപ്പുറത്ത് ജുമാ മസ്ജിദിന് സമീപം മദ്രസ വിദ്യാർത്ഥിയുമാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. താനൂർ കേപ്രം പുത്തൻതുറ ALP സ്കൂൾ വിദ്യാർത്ഥിനിയെ ദേവത റെയിൽവേ അടിപ്പാതയിൽ വെച്ചും ചീരാൻ കടപ്പുറത്ത് ജുമാ മസ്ജിദിന് സമീപം മദ്രസ വിദ്യാർത്ഥിയെയുമാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. മിഠായി കാണിച്ച് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു രണ്ടിടത്തും ശ്രമം. കേപ്പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് പുത്തൻതുറ ALP സ്കൂളിലേക്ക് വരികയായിരുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിനി രാവിലെ 10ഓടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മിഠായി വാങ്ങാൻ കൂട്ടാക്കാതിരുന്നതോടെ അക്രമി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. ഇതോടെ കുട്ടി ഓടി രക്ഷപ്പെട്ടു. സ്കൂളിലെത്തിയ വിദ്യാർത്ഥി പറഞ്ഞതനുസരിച്ച് അധ്യാപകരും നാട്ടുകാരും ചേർന്ന് തിരിച്ചിൽ നടത്തിയെങ്കിലും അക്രമിയെ കണ്ടെത്താനായില്ല. മുടി നീട്ടി കറുത്ത ഷർട്ട് ധരിച്ച് കയ്യിൽ ബാഗുമായാണ് ഇയാൾ വന്നതെന്നാണ് കുട്ടി പറയുന്നത്. ചീരാൻ കടപ്പുറത്തും സമാനമായ രീതിയിൽ ജുമാ മസ്ജിദിന് സമീപം മദ്രസയിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ ഭീഷണി ഉയർന്നിരുന്നു. ഇവിടെയും നീളൻ മുടിയുള്ള കറുത്ത മാസ്ക് ധരിച്ച ആളാണ് മിഠായിയുമായി എത്തിയതെന്നാണ് കുട്ടി പറയുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന വഴി ഒരു പെൺകുട്ടി, അവൾ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് നടന്നു വരുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും രാവിലെ ഒറ്റയ്ക്കാണ് നടന്നു വരാറുള്ളത്. പക്ഷേ ഇന്ന് നടന്നു വരുന്ന വഴി ദേവദാർ റെയിലിൻ്റെ താഴെയുള്ള അണ്ടർ പാസേജിലൂടെ നടന്നു വരുമ്പോൾ അവിടെ വെച്ച ഒരാൾ ആ കുട്ടിയുടെ നേരെ മിഠായി നീട്ടി, മോളെ മിഠായി വാങ്ങിക്കോ എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും അവൾ വാങ്ങിയില്ല. പെട്ടെന്ന് അയാൾ കത്തിയെടുത്ത് പേടിപ്പിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി ഉടനെ തന്നെ അവിടുന്ന് ഓടി നേരെ നമ്മുടെ സ്കൂളിലേക്ക് വന്നു. സ്കൂളിലെ ടീച്ചർമാരോട് പറഞ്ഞു. ടീച്ചർമാർ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെയൊക്കെ അറിയിച്ചെങ്കിലും അവരൊക്കെ അവിടെ പോയി നോക്കി, ആരെയും കണ്ടില്ല. അതുപോലെ ഡ്രസ്സിട്ട ഒരു കറുത്ത ഡ്രസ്സും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളാണെന്ന് കുട്ടി പറഞ്ഞപ്പോൾ അതുപോലുള്ള ഒരാൾ ചായക്കടയിൽ ചായ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ടീച്ചർമാർ രഹസ്യമായിട്ട് കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ അതിലൂടെ നടന്നെങ്കിലും ആളല്ല എന്നെ പേടിപ്പിച്ചത് എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിന്ന് അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. രക്ഷിതാക്കളുടെ ശ്രദ്ധയിലേക്കും കൂടി ഒന്ന് അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് നടന്നു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ കഴിയുന്നതും ഒറ്റയ്ക്ക് വരാതെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന മറ്റു കുട്ടികളുടെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതാണ് നല്ലത്. മിഠായി വാങ്ങാൻ മടിച്ചതോടെ ശകാരവർഷം നടത്തി കറുത്ത വാനിൽ കയറി അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. രണ്ടിടത്തും അക്രമം നടത്തിയത് ഒരാളാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. സംഭവം രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ധാരാളം കുട്ടികൾ ദിനേനെ സഞ്ചരിക്കുന്ന ദേവദ റെയിൽവേ അടിപ്പാതയിൽ മതിയായി വെളിച്ചമില്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യമൊരുക്കുന്നുണ്ടെന്ന പരാതി ഉയരുന്നുണ്ട്. സംഭവം വിശദീകരിച്ച് പുത്തൻതുറ ALP സ്കൂൾ പ്രധാന അധ്യാപകൻ നൽകിയ ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ പങ്കുവച്ചിരുന്നു.